പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദൈവശാസ്ത്ര ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം പഠിക്കുക ആരാധനാക്രമ ദൈവശാസ്ത്രത്തെക്കുറിച്ചാണ്. ആരാധനാക്രമം അത് വിശ്വാസത്തിൻ്റെ ഉറവിടവും വിശ്വാസത്തിൻ്റെ പ്രകാശനവും വിശ്വാസത്തിൻ്റെ ആഘോഷവും വിശ്വാസത്തിൻ്റെ പരമമായ ലക്ഷ്യവും ദൈവാരാധനയാണ്. ഈ ലോകത്ത് മാത്രമല്ല, വരാനിരിക്കുന്ന ലോകത്ത്. അതുകൊണ്ട് തന്നെ മറ്റേതൊരു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ ആരാധനാക്രമത്തിന് സവിശേഷമായ സ്ഥാനമുണ്ട്. മറ്റ് മതങ്ങളിൽ പലപ്പോഴും ഏതെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടിയോ ദൈവപ്രീതിക്ക് വേണ്ടിയോ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്ന, ഈശ്വരാരാധന നടത്തുന്ന രീതികളുണ്ട്. അതേസമയം ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഴുവനും ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ദൈവാരാധന. സ്വർഗത്തിൽ ദൈവത്തെ അനവരതം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്ന മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് ദൈവാരാധന നടത്തുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. തന്നെയുമല്ല, ഈ ദൈവാരാധനയിൽ നിന്നാണ് ക്രൈസ്തവ വിശ്വാസം രൂപപ്പെട്ടു വന്നത്. ദൈവത്തെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടിയ സമൂഹം യേശു കർത്താവാണ്, അവിടുന്ന് ലോകത്തിൻ്റെ രക്ഷകനാണ് എന്ന സത്യങ്ങൾ ആരാധനാക്രമത്തിൽ ഏറ്റുപറഞ്ഞപ്പോഴാണ് സാവകാശം കാലാന്തരത്തിൽ അത് വിശ്വാസ സത്യങ്ങളായി രൂപം കൊണ്ടു. നേരെ മറിച്ചല്ല സംഭവിച്ചത് എന്ന് പറയുന്നത് വളരെ പ്രസക്തമായൊരു വസ്തുതയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സഭയിലെ നേതാക്കന്മാരെല്ലാം കൂടി ഒരുമിച്ച് കൂടി ഇന്ന വിശ്വാസ സത്യങ്ങൾ സഭയ്ക്ക് ആവശ്യമുണ്ട്. ഒന്നാമത്തെ വിശ്വാസത്യം, ദൈവം ത്രിത്വമാണ്. 2, ആ ത്രിത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്തു, അവിടുന്ന് ലോകത്തിൻ്റെ രക്ഷകനാണ്. ഇങ്ങനെ വിശ്വാസത്യങ്ങൾ എഴുതിയുണ്ടാക്കിയ ശേഷം മനുഷ്യൻ ദൈവാരാധന നടത്തുകയല്ല ചെയ്തത്. ദൈവാരാധനയുടെ ഭാഗമായി വിശ്വാസി സമൂഹം ഏറ്റുപറഞ്ഞ പ്രാർത്ഥനാ മന്ത്രങ്ങളിൽ നിന്ന്, അവരുടെ ദൈവസ്തുതിപ്പുകളിൽ നിന്നാണ് സഭയുടെ വിശ്വാസ സത്യങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ആരാധനാക്രമ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് മറ്റെല്ലാ ദൈവശാസ്ത്രത്തിൻ്റെയും മാതാവായി വർത്തിക്കുന്ന ദൈവശാസ്ത്ര തലമാണ്. കാരണം ഈ ദൈവശാസ്ത്രത്തിൽ നിന്ന്, ആരാധനാക്രമത്തിൽ നിന്നാണ് സഭയുടെ വിശ്വാസത്യങ്ങൾ ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് സഭയുടെ താത്വിക ദൈവശാസ്ത്രവും ക്രമീകൃത ദൈവശാസ്ത്രവും ഇവയെല്ലാം രൂപപ്പെട്ടു വരുന്നത് ആരാധനാക്രമത്തിൽ നിന്ന്. ഈ ആരാധനാക്രമത്തിൽ ആഘോഷിക്കപ്പെടുന്ന വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് കൗദാശിക ദൈവശാസ്ത്രം എന്ന് നമുക്കറിയാം. ഈ ആരാധനാ സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് സഭാ ദൈവശാസ്ത്രം അഥവാ എക്ലേസിയോളജി എന്ന് നമുക്കറിയാം. ഈ ആരാധന പരമമായി ലക്ഷ്യം വയ്ക്കുന്നത് എന്ത്? അതാണ് യുഗാന്ത്യ ദൈവശാസ്ത്രം എന്ന് നമുക്കറിയാം. ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ആരാധനാക്രമ ദൈവശാസ്ത്രം മറ്റെല്ലാ ദൈവശാസ്ത്രങ്ങൾക്കും ഉറവിടമാകുന്ന ദൈവശാസ്ത്രമാണ്. അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അതിൻ്റെ വിഖ്യാതമായ പ്രമാണരേഖ, ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖ, അതിൻ്റെ പേര് സാക്രോ സാങ്ക്തും കൊഞ്ചീലിയും എന്നുള്ളതാണ്. ഈ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയുടെ 10-ാം അധ്യായത്തിൽ പറയുന്നൊരു സത്യമുണ്ട്. സഭയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ആരാധനാക്രമമാകുന്ന ആ വലിയ യാഥാർത്ഥ്യത്തിൻ്റെ അത്യുച്ചിയിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നു. അതുകൊണ്ട് ആരാധനാക്രമ ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം, ഇതിൻ്റെ ആരംഭഭാഗങ്ങൾ നമ്മൾ ഡിപ്ലോമ തലത്തിലും ഡിഗ്രി തലത്തിലുമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ കോഴ്സിൽ ബിരുദാനന്തര ബിരുദ തലത്തിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഈ വിവിധ തരം അനാഫൊറകൾ,
ആരാധനാക്രമ കുടുംബങ്ങൾ എപ്രകാരം രൂപം കൊണ്ടു എന്ന്, ആ വിവിധ അനാഫൊറകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കറിയാം, അനാഫൊറ എന്ന് പറയുന്നത് ഓരോ ആരാധനാക്രമ കുടുംബത്തിനും വ്യത്യസ്തങ്ങളായ അനാഫൊറകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, കൽദായ സുറിയാനി ആരാധനാക്രമത്തിൽ കേരളത്തിലെ സീറോ മലബാർ വിശ്വാസികൾ അനുധാവനം ചെയ്യുന്ന ആരാധനാക്രമം അതാണ്. ഈ ആരാധനാക്രമത്തിൽ നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ പൊതുവായി ഉപയോഗിക്കുന്നത് അദ്ദായി മാറിയുടെ അനാഫൊറ. എന്നാൽ ഈ ആരാധനാക്രമത്തിൽ തന്നെ മറ്റ് 2 അനാഫൊറകളെങ്കിലും പ്രചാരത്തിലുള്ളതാണ്. ഒന്ന് നെസ്തോറിയസിൻ്റെ അനാഫൊറയാണ് എങ്കിൽ മറ്റൊന്ന് തെയോദോറിൻ്റെ അനാഫൊറയാണ്. അപ്പോൾ ഒരേ ആരാധനാക്രമ കുടുംബത്തിൽ തന്നെ വ്യത്യസ്തമായ അനാഫൊറകളുണ്ട് എന്ന് നമുക്കറിയാം. റോമൻ ആരാധനാക്രമ കുടുംബത്തിൽ, ലത്തീൻ ആരാധനാക്രമത്തിൽ നമുക്കറിയാം വ്യത്യസ്തങ്ങളായ അനാഫൊറകൾ, ലിറ്റർജിക്കൽ പ്രയേഴ്സ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. യൂക്കറിസ്റ്റിക് പ്രയേഴ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ യൂക്കറിസ്റ്റിക് പ്രയേഴ്സ് അഥവാ അനാഫൊറകൾ എല്ലാ ആരാധനാക്രമത്തിലും വ്യത്യസ്തങ്ങളായ അനാഫൊറകളുണ്ട്. ഇവ എങ്ങനെ രൂപം കൊണ്ടു, ഇവ തമ്മിലുള്ള താരതമ്യം തുടങ്ങിയ അടിസ്ഥാനപരമായ ആഴമുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്ന ഈ ആരാധനാക്രമ ക്ലാസ്സിൽ പഠിക്കാൻ ശ്രമിക്കുക. ഇതിൽ അന്ത്യോക്യൻ ആരാധനാക്രമത്തെക്കുറിച്ച് ഇതിനു മുൻപ് വിശദമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതാണ്. അന്ത്യോക്യൻ ആരാധനാക്രമം അനുഷ്ഠിക്കുന്ന ഫാദർ മത്തായി കടവിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി നമുക്കൊരു 10 ക്ലാസ് അച്ഛൻ അന്ത്യോക്യൻ ആരാധനാക്രമത്തെ വിശദീകരിച്ചുകൊണ്ട് ഈ പരമ്പരയിൽ സംപ്രേഷണം ചെയ്തത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലത്തീൻ ആരാധനാക്രമത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ലത്തീൻ ആരാധനാക്രമത്തിലെ പണ്ഡിതനായിരുന്ന തോപ്പിലച്ചൻ എടുത്ത ക്ലാസ്സുകളും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ആ 2 ക്ലാസ്സുകളുടെ പരമ്പരകളും ഈ ആരാധനാക്രമ ദൈവശാസ്ത്രത്തിൻ്റെ ഭാഗമായി നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ ഇന്നത്തെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. നമ്മൾ ആദ്യമേ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഈ വ്യത്യസ്ത ആരാധനാക്രമ കുടുംബങ്ങൾ ഏവ, അവയുടെ പ്രത്യേകതകൾ എന്ത്, ഇവ എങ്ങനെ രൂപം കൊണ്ടു. നമുക്കറിയാം, ഈശോ മിശിഹായ്ക്ക് 12 അപ്പസ്തോലന്മാരുണ്ട്. ഈ 12 അപ്പസ്തോലന്മാർ, യൂദാസിൻ്റെ മരണശേഷം മത്തിയാസിനെ തിരഞ്ഞെടുത്തു. ഈ 12 അപ്പസ്തോലന്മാർ ക്രിസ്തു സംഭവത്തിൻ്റെ സാക്ഷികളായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പോയി എന്നുള്ളതും ചരിത്രപരമായ സത്യമാണ്. ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയ അപ്പസ്തോലന്മാരിൽ അതിലെ ഒരാളാണ് തോമാശ്ലീഹ ഭാരതത്തിൽ വന്നത് എന്ന് നമുക്കറിയാം. തോമാശ്ലീഹ ഭാരതത്തിൽ വന്നപ്പോൾ അവർക്ക് ഈശോ മിശിഹായിൽ നിന്ന് കേട്ട സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ അവരുടെ ഹൃദയത്തിലുണ്ട്. ആ സുവിശേഷം പ്രസംഗിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാമോദീസ നൽകും. മാമോദീസ സ്വീകരിച്ച വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടി അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തും. ഏറ്റവും കുറഞ്ഞത് ഈ 2 കാര്യങ്ങളെങ്കിലും എല്ലാ അപ്പസ്തോലന്മാരും അനുവർത്തിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. മാമോദീസ, അതുപോലെ തന്നെ അപ്പം മുറിക്കൽ ശുശ്രൂഷ. ഓരോ പ്രദേശങ്ങളിലെയും വിശ്വാസി സമൂഹങ്ങളുടെ സംസ്കാരവും അവരുടെ ദൈവാരാധനയുടെ പ്രത്യേകതകളും എല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഈ അപ്പസ്തോലന്മാർ ഇപ്രകാരമുള്ള ആരാധനാക്രമങ്ങൾ രൂപീകരിച്ചത് എന്നുള്ളത് സത്യമാണ്. ആ ആരാധനാക്രമങ്ങൾ രൂപീകരിക്കുന്നത് അതുകൊണ്ട് വ്യത്യസ്തമായ അപ്പസ്തോലിക പൈതൃകം ഈ ആരാധനാക്രമങ്ങളുടെ വ്യത്യസ്തതയ്ക്ക് കാരണമായി. തോമാശ്ലീഹ ഇവിടെ വന്ന് സ്ഥാപിച്ച ആ ആരാധനാക്രമം നമുക്കറിയാം റോമിൽ പത്രോശ്ലീഹ സ്ഥാപിച്ച ആരാധനാക്രമത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പത്രോശ്ലീഹായുടെ തന്നെ പൈതൃകം അവകാശപ്പെടുന്ന അന്ത്യോക്യൻ ആരാധനാക്രമം നമുക്കറിയാം. അന്ത്യോക്യൻ ആരാധനാക്രമത്തിൻ്റെയും പിതാവായി കരുതപ്പെടുന്നത് പത്രോശ്ലീഹ തന്നെയാണ്. പത്രോശ്ലീഹ അന്ത്യോക്യയിൽ രൂപം കൊടുത്ത
അല്ലെങ്കിൽ പത്രോസ്ലീഹായിൽ നിന്ന് ആരംഭിച്ചതും അന്ത്യോക്യൻ ദൈവശാസ്ത്ര പാഠശാലയിൽ വളർന്നു വികസിച്ചതുമായ അന്ത്യോക്യൻ ആരാധനാക്രമവും പത്രോസിൻ്റെ തന്നെ പൈതൃകമുള്ള റോമൻ സഭയുടെ ആരാധനാക്രമവും തമ്മിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരേ അപ്പസ്തോലൻ ആരംഭിച്ചു എന്നുള്ളത് കൊണ്ട് ഒരേപോലത്തെ ആരാധനാക്രമം ഉണ്ടാകണമെന്നില്ല എന്നുള്ളതിൻ്റെ തെളിവും സഭയിലുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് തദ്ദേശീയരായ മനുഷ്യരുടെ സംസ്കാരങ്ങൾ, അവരുടെ വിചാരങ്ങൾ, ചിന്താരീതികൾ, അവരുടെ ദൈവാരാധനയുടെ ആഭിമുഖ്യങ്ങൾ, ശൈലികൾ, ഇവയെല്ലാം അപ്പസ്തോലന്മാർ ഈ പുതിയ ആരാധനാക്രമ ശൈലിയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്രകാരമുള്ള ശൈലികൾ അവർ അനുവർത്തിച്ചിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ സെമിറ്റിക് പാരമ്പര്യത്തിൽ നമുക്ക് കൽദായ ആരാധനാക്രമം അല്ലെങ്കിൽ ഈസ്റ്റ് സിറിയൻ ലിറ്റർജി, അതിന് സെമിറ്റിക് പാരമ്പര്യമാണ്. സെമിറ്റിക് പാരമ്പര്യത്തിലെല്ലാം ആവർത്തിച്ച് ചൊല്ലുന്ന പതിവുണ്ട്. എല്ലാം ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് വിളിക്കും. നമുക്കറിയാം, അതൊരു ഭാഷയുടെ പ്രത്യേകതയാണ്. ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക പദങ്ങൾ അല്ലെങ്കിൽ അതിന് സൂപ്പർലേറ്റീവായിട്ടുള്ള നാമവിശേഷണങ്ങൾ നമുക്കുണ്ട്. മലയാളത്തിൽ തന്നെയുണ്ട്. അത് തരം, തമം എന്നൊക്കെ നമുക്ക് അതിനെ തരംതിരിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ഏറ്റവും ഉയർന്നത് എന്ന് പറയണമെങ്കിൽ വ്യത്യസ്തമായ പദങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടിയത്, ഏറ്റവും വലുത്, ഏറ്റവും പരിശുദ്ധൻ എന്നൊക്കെ പറയാൻ മലയാളത്തിൽ പദങ്ങളുണ്ട്, ഇംഗ്ലീഷിലുണ്ട് പദങ്ങൾ, വ്യത്യസ്തമായ പദങ്ങൾ. പക്ഷേ സെമിറ്റിക് പാരമ്പര്യത്തിൽ അതില്ലാത്തത് കൊണ്ട് അവർ അതിന് കണ്ടുപിടിച്ചൊരു സാങ്കേതികത 3 തവണ പറയുക എന്നുള്ളത്. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത് തോമാശ്ലീഹ കണ്ടുപിടിച്ചതോ കൽദായ ആരാധനാക്രമം രൂപീകരിച്ചപ്പോൾ ഉണ്ടായതോ ആയ ശൈലിയല്ല, പഴയ നിയമകാലം മുതലേ ഉള്ള സെമിറ്റിക് ദൈവാരാധനാ ശൈലിയാണ്. ആ ശൈലി തോമാശ്ലീഹായുടെ അപ്പസ്തോലിക പൈതൃകത്തിൽ ആരംഭിച്ച സഭയുടെ ആരാധനാക്രമത്തിൽ കടന്നുകൂടി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുപോലെ തദ്ദേശീയമായ പല കാര്യങ്ങളും ഈ അപ്പസ്തോലന്മാർ സ്വീകരിച്ചു. ഉദാഹരണം പറഞ്ഞാൽ തോമാശ്ലീഹായുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും നമുക്കറിയാം, ഈ സീറോ മലബാർ ആരാധനാക്രമത്തിൽ വിവാഹം ആശീർവദിക്കുമ്പോൾ മന്ത്രകോടി, താലി, ഇതൊന്നും ലോകത്ത് വേറൊരിടത്ത് ഒരു ആരാധനാക്രമത്തിൽ നമ്മൾ കാണുന്നില്ല. അതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ഈ തദ്ദേശീയരായ വിശ്വാസികൾ, ക്രൈസ്തവരല്ലാത്ത അക്രൈസ്തവരുടെ ഇടയിൽ നിലനിന്നിരുന്നതാണ് പുടവ കൊടുക്കുക. ആ പുടവ കൊടുക്കുക എന്നുള്ള പാരമ്പര്യം ക്രൈസ്തവർ സ്വീകരിച്ചു. താലി കെട്ടി വധുവിനെ സ്വന്തമാക്കുക എന്നുള്ളത് ഇന്നാട്ടിലെ അക്രൈസ്തവരായ, വിശേഷിച്ചും ഹൈന്ദവരുടെ ഇടയിലെ ആചാരങ്ങളാണ്. ആ ആചാരങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികൾ സ്വീകരിച്ചപ്പോഴാണ് ഈ കണ്ട പാരമ്പര്യങ്ങൾ രൂപം കൊണ്ടത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ആരാധനാക്രമം രൂപം കൊണ്ടു എന്ന് പറയുമ്പോൾ അതിന് അപ്പസ്തോലിക പൈതൃകത്തിൻ്റെ വ്യത്യാസം, തദ്ദേശീയ സ്വാധീനങ്ങൾ ആരാധനാക്രമത്തെ രൂപീകരിച്ചതിൻ്റെ പ്രധാന ഘടകമാണ്. മൂന്നാമതൊരു സ്വാധീനം എന്ന് പറയാവുന്നത് അതിൻ്റെ ദൈവശാസ്ത്ര സങ്കല്പങ്ങളാണ്. നമുക്കറിയാം, ആദിമസഭയിൽ ദൈവശാസ്ത്ര പഠന കേന്ദ്രങ്ങൾ വളരെ സജീവമായിരുന്നു. വിശിഷ്യ അന്ത്യോക്യയിലെ ദൈവശാസ്ത്ര പാഠശാല വളരെ പ്രസിദ്ധമായിരുന്നു. അതിന് തുല്യമായിട്ടുള്ളതാണ് അലക്സാന്ദ്രിയയിലെ ദൈവശാസ്ത്ര പാഠശാല. അതുപോലെ തന്നെ ഈസ്റ്റ് സിറിയൻ പാരമ്പര്യം അനുവർത്തിക്കുന്ന നിസീബിസിലെ പാഠശാല, റോമിലെ പാഠശാല. അപ്പോൾ ഈ 4 പാഠശാലകളുടെ വലിയ സ്വാധീനം ആരാധനാക്രമത്തിൻ്റെ രൂപീകരണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ഓരോ പാഠശാലയോടും ചേർന്ന് വ്യത്യസ്തമായ ആരാധനാക്രമങ്ങൾ രൂപം കൊണ്ടുവന്നു എന്നുള്ളത് സത്യമാണ്. റോമൻ പാഠശാലയോട് ചേർന്ന് റോമൻ ആരാധനാക്രമം, അന്ത്യോക്യൻ ആരാധനാക്രമം, അന്ത്യോക്യൻ പാഠശാലയോട് ചേർന്ന് അലക്സാന്ദ്രിയൻ ആരാധനാക്രമം, അലക്സാണ്ട്രിയൻ പാഠശാലയോട് ചേർന്ന് നിസീബിസിലെ പാഠശാലയോട് ചേർന്നാണ് ഈസ്റ്റ് സിറിയൻ ആരാധനാക്രമം രൂപം കൊണ്ടുവരുന്നത്.
അപ്പോൾ നമുക്കറിയാം ഈ വിവിധ ദൈവശാസ്ത്ര പാഠശാലകളുടെ സ്വാധീനം ആരാധനാക്രമത്തിൻ്റെ രൂപീകരണത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. എദേസായിലും ഇപ്രകാരം പാഠശാല ഉണ്ടായിരുന്നു. എദേസായിലും നിസീബിസിലുമാണ് ഈ പൗരസ്ത്യ സുറിയാനി സഭകളുടെ ആരാധനാക്രമങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത് എന്നും നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഈ ആരാധനാക്രമങ്ങളെ, വ്യത്യസ്ത ആരാധനാക്രമങ്ങൾ മൂലം സംഭവിക്കുന്ന അല്ലെങ്കിൽ അവയെ വേർതിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിൻ്റെ അപ്പസ്തോലിക പൈതൃകം ഒരു വ്യത്യാസമാണ്. 2, അവയുടെ ദൈവശാസ്ത്ര ചിന്താഗതികളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പൗരസ്ത്യർ പല കാര്യങ്ങളും ദൈവശാസ്ത്രപരമായി മനസ്സിലാക്കുന്നതും പാശ്ചാത്യർ മനസ്സിലാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ അടിസ്ഥാന ദൈവശാസ്ത്ര ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പൗരസ്ത്യർ വാദിക്കുമ്പോൾ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പാശ്ചാത്യ സഭയുടെ ദർശന വ്യത്യാസം. രണ്ടും ശരിയാണ്, പക്ഷേ അത് കാഴ്ചപ്പാടുകളിൽ നിന്നുള്ള വ്യത്യാസമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവശാസ്ത്രപരമായ വ്യത്യാസം, അപ്പസ്തോലിക പൈതൃകത്തിൻ്റെ വ്യത്യാസം, അതുപോലെ തന്നെ ആധ്യാത്മികതയിൽ വ്യത്യാസം. പാശ്ചാത്യ പൗരസ്ത്യ സഭകളുടെ ആത്മീയതയിൽ അടിസ്ഥാനപരമായ വ്യത്യാസം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പൗരസ്ത്യ ആധ്യാത്മികത കുറേ കൂടി ശാന്തമായതും അതുപോലെ തന്നെ ദൈവസ്തുതികൾ ശാന്തമായി ഉരുവിടുന്നതാണ്. പാശ്ചാത്യ ആധ്യാത്മികത കുറേ കൂടി സംഗീതാത്മകവും അതുപോലെ തന്നെ ഉച്ചത്തിലുള്ള പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുന്നതുമായ ഒരാധ്യാത്മിക ശൈലി. അത് ഇന്നത് ശരി, ഇന്നത് തെറ്റെന്നോ, ഇന്നത് കൂടുതൽ നല്ലത്, ഇന്നത് കൂടുതൽ മോശം എന്നുള്ള അർത്ഥത്തിലോ താരതമ്യം ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം എല്ലാം വ്യത്യസ്തങ്ങളായ ആധ്യാത്മിക സവിശേഷതകളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അതുപോലെ തന്നെ അതിൻ്റെ സഭാ നിയമങ്ങളിൽ വ്യത്യാസം. നമുക്കറിയാം, കാനൻ നിയമ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, പൗരസ്ത്യ സഭകളുടെ കാനൻ നിയമവും പാശ്ചാത്യ സഭകളുടെ കാനൻ നിയമവും തമ്മിൽ കുറേ മേഖലകളിൽ വ്യത്യാസമുണ്ട്. വീണ്ടും അതിൻ്റെ ഹയരാർക്കിയിൽ വ്യത്യാസം. പാശ്ചാത്യ സഭകളുടെ ഹയരാർക്കി അല്ല പൗരസ്ത്യ സഭകൾക്കുള്ളത്. പരിശുദ്ധ റോമാ മാർപ്പാപ്പായെ കത്തോലിക്കരായ എല്ലാവരും അംഗീകരിക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തി സഭകൾക്കും സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനമുണ്ട്. സിറോ മലബാർ സഭയും സിറോ മലങ്കര സഭയും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകളാണ്. അതുപോലെ തന്നെ ഉള്ളതാണ് ഉക്രൈനിയൻ സഭ, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയാണ്. പൗരസ്ത്യ സഭകളിൽ പാട്രിയാർക്കൽ പദവിയുള്ള സഭകളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ആരാധനാക്രമങ്ങൾ എന്ന് പറയുന്ന കേവലം പ്രാർത്ഥനകൾ ചൊല്ലുന്നതിലുള്ള വ്യത്യാസം മാത്രമല്ല, ആരാധനാക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭകൾ സ്വതന്ത്ര സഭാ സമൂഹങ്ങളായി വളരാൻ ഇടവന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് കേവലം കുർബാന ചൊല്ലുന്നതിലെ വ്യത്യാസം, ഏതെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലുന്നതിലെ വ്യത്യാസമായി മാത്രമല്ല, ഒരു സഭയുടെ തനിമയെ നിശ്ചയിക്കുന്ന അടിസ്ഥാന ഘടകമായി ആരാധനാക്രമങ്ങൾ മാറി എന്നുള്ളതാണ് സത്യം. ഈ ആരാധനാക്രമങ്ങൾ വിവിധ കുടുംബങ്ങളെ നമുക്ക് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് ഒരിക്കൽ കൂടി അവയൊന്ന് അനുസ്മരിക്കാം. ഒന്നാമത്തേതും സഭയിലെ ബഹുഭൂരിപക്ഷവും അനുധാവനം ചെയ്യുന്ന ആരാധനാക്രമം റോമൻ ആരാധനാക്രമമാണ്. ലത്തീൻ ആരാധനാക്രമം എന്ന് ഇതറിയപ്പെടുന്നത്. കാരണം ഇതിൻ്റെ മൂലഭാഷ ലത്തീനിലായിരുന്നതുകൊണ്ടാണ് ഇതിനെ ലത്തീൻ ആരാധനാക്രമം എന്ന പേരിൽ അറിയപ്പെടുക. സുറിയാനി ഭാഷയിലുള്ളതിന് സുറിയാനി ആരാധനാക്രമം എന്നത് ഭാഷയുടെ വ്യത്യാസമാണ്. ഗ്രീക്ക് ആരാധനാക്രമം ഗ്രീക്ക് ഭാഷയിലായിരുന്നു. അതുകൊണ്ട് ലത്തീൻ എന്ന് പറയുമ്പോൾ അവർ ആരാധനാക്രമത്തിൻ്റെ മൂലഭാഷയായി ഉപയോഗിച്ചിരുന്നത് ലത്തീൻ ആരാധനാക്രമമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഈ ലത്തീൻ ആരാധനാക്രമത്തിൽ 3-4 ചെറിയ ഉപവിഭാഗങ്ങളുണ്ട്. ലോകത്ത് 95%
കത്തോലിക്ക വിശ്വാസികളും അനുധാവനം ചെയ്യുന്നത് ലത്തീൻ ആരാധനാക്രമമാണ്. ഈ ലത്തീൻ ആരാധനാക്രമത്തിന് 3-4 ചെറിയ ഉപവിഭാഗങ്ങളുണ്ട്. അതിലൊന്ന് അംബ്രോസിയൻ ക്രമമാണ്. ഈ അംബ്രോസിയൻ ക്രമമൊന്നും മറ്റൊരു റീത്തായി പരിഗണിക്കാൻ സാധിക്കുകയില്ല. റോമൻ ആരാധനാക്രമത്തിനുള്ളിലെ ചില ഉപവിഭാഗം എന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് അനുധാവനം ചെയ്യുന്നത് മിലാൻ കത്തീഡ്രലിൽ മാത്രമാണ്, അല്ല മിലാൻ രൂപതയിലെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ആരാധനാക്രമം ഇന്നിപ്പോൾ നിലവിലുള്ളൂ. വീണ്ടും മൊസാറബിക് എന്ന് പറയുന്നത് മറ്റൊരു ഉപവിഭാഗമാണ്. ഈ മൊസാറബിക് ആരാധനാക്രമം നിലവിലുള്ളത് സ്പെയിനിലെ ടൊളേദോ കത്തീഡ്രലിൽ മാത്രമാണ് ഇപ്രകാരം ഒരു ആരാധനാക്രമം ഇന്ന് നിലവിലുള്ളത് എന്ന് നമുക്കറിയാം. വീണ്ടും ഇതിനകത്തുള്ള മറ്റൊരു ഉപവിഭാഗമാണ് കെൽറ്റിക് ആരാധനാക്രമം. കെൽറ്റിക് ക്രമം ഇന്ന് നിലവിലുള്ളത് ഫ്രാൻസിലെ ലിയോൺസ് കത്തീഡ്രലിലാണ് ഈ ആരാധനാക്രമം ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് ഗാള്ലിക്കൻ ആരാധനാക്രമമാണ്. അപ്പോൾ റോമൻ ആരാധനാക്രമം അഥവാ ലത്തീൻ ആരാധനാക്രമം സഭയിലെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ആരാധനാക്രമമാണ്. അതുകൊണ്ട് തന്നെ റോമൻ സഭയുടെ ആരാധനാക്രമം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ആരാധനാക്രമമാണ്. പത്രോസ്ലീഹായുടെ വിശ്വാസ പൈതൃകം അവകാശപ്പെടുന്ന റോമൻ സഭ ആരംഭിച്ച ഈ ആരാധനാക്രമം ഇന്ന് ലോകമാസകലം വ്യാപിച്ചു. നമുക്കറിയാം പാശ്ചാത്യം പൗരസ്ത്യം എന്നൊക്കെ പറഞ്ഞുള്ള ആ വിഭജനം ആരംഭകാലത്ത് അത് റോമാ സാമ്രാജ്യത്തെ ആധാരമാക്കിയുള്ള വിഭജനമാണ്. റോമാ സാമ്രാജ്യത്തെ പൗരസ്ത്യ റോമാ സാമ്രാജ്യമെന്നും പാശ്ചാത്യ റോമാ സാമ്രാജ്യമെന്നും തിരിച്ചു. പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ട സഭകളും അവയ്ക്ക് പടിഞ്ഞാറോട്ടുള്ള സഭകളെയും പാശ്ചാത്യ സഭയെന്നും, പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോമായിരുന്നു. റോമിന് പടിഞ്ഞാറോട്ടുള്ള എല്ലാ സഭകളെയും വാസ്തവത്തിൽ പാശ്ചാത്യ സഭ എന്ന് വിളിച്ചു. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളാണ്. കോൺസ്റ്റാന്റിനോപ്പിളിന് കിഴക്കോട്ടുമുള്ള മുഴുവൻ പ്രദേശങ്ങളെയും പൗരസ്ത്യ സഭകൾ എന്ന് വിളിക്കുകയും ചെയ്തു. ആരംഭത്തിൽ അത് ഭൂമിശാസ്ത്രപരമായ വ്യത്യാസമായിരുന്നു, പാശ്ചാത്യം പൗരസ്ത്യം എന്ന് പറയും. എന്നാൽ പിന്നീട് നമുക്കറിയാം പാശ്ചാത്യ സഭകൾ പൗരസ്ത്യ സഭകളുടെ ഭൂപ്രദേശങ്ങളിലേക്ക് കടന്നു വന്നു മിഷണറിമാരിലൂടെ. കേരളം തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടുകൂടി 1500കളിൽ ഇവിടെ ലത്തീൻ റീത്ത് നിലവിൽ വന്നു എന്ന് നമുക്കറിയാം. അതിനെ കൂടുതൽ വളർത്തി വികസിപ്പിച്ച ഒരു സ്വതന്ത്ര സഭാ സമൂഹമാക്കിയെടുത്തത് ഫ്രാൻസിസ് സേവ്യർ പുണ്യവാളൻ്റെ മിഷനറി പ്രവർത്തന കാലഘട്ടത്തിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായി കേരളം എന്ന് പറയുന്നത് പൗരസ്ത്യ ദേശത്താണ് എങ്കിലും ഇവിടെ പാശ്ചാത്യ റീത്ത് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം പാശ്ചാത്യ നാടുകളിലെ പൗരസ്ത്യ സഭകളും ഇന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സീറോ മലബാർ സഭയ്ക്ക് ഷിക്കാഗോ കേന്ദ്രമായൊരു രൂപതയുണ്ട്, ഓസ്ട്രേലിയയിൽ മെൽബൺ കേന്ദ്രമായ ഒരു രൂപതയുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആളുകൾ സ്വന്തം വിശ്വാസ പൈതൃകവും ആരാധനാക്രമ പൈതൃകവുമായി പാശ്ചാത്യ നാടുകളിലേക്ക് പോയപ്പോൾ അവരുടെ ആരാധനാക്രമ പൈതൃകം സംരക്ഷിക്കാൻ തിരുസിംഹാസനം നൽകിയ സംവിധാനമാണ് അത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പാശ്ചാത്യം പൗരസ്ത്യം എന്ന് പറയുമ്പോൾ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ ഭൂമിശാസ്ത്രപരമായിട്ടല്ല, മറിച്ച് അവ സ്വതന്ത്ര സഭകളാണ് എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ആളെണ്ണത്തെ നോക്കിയല്ല സഭകളുടെ എണ്ണമോ വലിപ്പമോ ഗുണമോ തിരുസഭ ഒരിക്കലും പരിഗണിക്കുന്നു. തിരുസഭയിലെ 22 വ്യക്തി സഭകൾ, റോമൻ സഭ, ഇവയെ തുല്യ മഹത്വത്തിൽ ആണ് സഭയെന്നും പരിഗണിക്കുന്നത്. റോമൻ സഭ നമുക്കറിയാം ഏറ്റവും വലിയ സഭാസമൂഹമാണ്. കത്തോലിക്ക വിശ്വാസികളിൽ 95% കൂടുതലും
ഈ വിശ്വാസ പൈതൃകം അനുഷ്ഠിക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. എങ്കിലും വളരെ ചുരുങ്ങിയ അംഗസംഖ്യകളുള്ള ഇതര സഭാ സമൂഹങ്ങളെയും കത്തോലിക്ക വിശ്വാസത്തിൽ തുല്യ പരിഗണനയുള്ള സഭകളായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭയെ നിർവചിച്ചത് സഭകളുടെ കൂട്ടായ്മയാണ്. ചർച്ച് ഈസ് ദ കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ്. സഭ എന്ന് പറയുന്നത് ആരും തെറ്റിദ്ധരിക്കരുത്. സഭ എന്ന് പറഞ്ഞാൽ സിറോ മലബാർ സഭയാണെന്ന് സിറോ മലബാർ വിശ്വാസികളും, സഭയെന്ന് പറഞ്ഞാൽ ലത്തീൻ സഭയേ ഉള്ളൂ എന്ന് ലത്തീൻ സഭക്കാരും, സഭ എന്ന് പറഞ്ഞാൽ അന്ത്യോക്യൻ സഭയാണ് എന്ന് അന്ത്യോക്യൻ വിശ്വാസ പാരമ്പര്യമുള്ളവരും വാദിക്കരുത്. സഭ എന്ന് പറയുന്നത് ഈ സഭകളെല്ലാം കൂടിച്ചേർന്ന സ്നേഹക്കൂട്ടായ്മ. അതുകൊണ്ട് ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വേണ്ട അടിസ്ഥാന ചിന്ത ഇതാണ്: ഈ വിശ്വാസ പൈതൃകത്തെ നമ്മൾ സർവാത്മന അംഗീകരിക്കുമ്പോഴും അതിൻ്റെ കൂട്ടായ്മ, സ്നേഹം, തുല്യത, പരസ്പര ബഹുമാനം അവ നിലനിർത്തിക്കൊണ്ട് മാത്രമേ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ഏതൊരു പഠനവും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന സത്യം ഓർക്കുക. വിവിധ ആരാധനാക്രമ കുടുംബങ്ങൾ, വിശിഷ്യ റോമൻ ആരാധനാക്രമത്തിന് വെളിയിലുള്ള മറ്റ് കുടുംബങ്ങളെക്കുറിച്ച് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നാം പഠിക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.